നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ഉള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പല്ലുകൾക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ നമ്മുടെ വയറിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്, ദഹന പ്രക്രിയക്കൊക്കെ സഹായിക്കുന്ന ഈ സ്ട്രോങ് ആസിഡ് ആണ് ഒരു ഹാർട്ട് ബേൺ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വായിലെത്തുന്നതും പല്ലുകളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ സമയത്ത് എനാമലിനെ ഇതിന് ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ എനാമലിനെ ദഹിപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പൊളിപ്പും അതുപോലെ പല്ലിന് നല്ല മഞ്ഞപ്പൊക്കെ ഫീൽ ചെയ്യും. ഈ എനാമൽ ലെയർ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ഡെന്റിൻ ലെയറിനെയും ഇത് ബാധിക്കുമ്പോൾ നമുക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പല്ലിന് നല്ല മഞ്ഞപ്പും തുടങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഹാർട്ട് ബേൺ ഉണ്ടായ ഉടനെ നമ്മൾ നന്നായിട്ട് വായ കഴുകുക. 2-3 പ്രാവശ്യം വായിൽ വെള്ളം വെച്ചിട്ട് ഹോൾഡ് ചെയ്തതിനു ശേഷം വായ കഴുകുക. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ആ ടൈമിൽ ബ്രഷ് ചെയ്യാതിരിക്കുക. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വായിലെ ഉമിനീരിനെ ഉത്തേജിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ് ഗംസ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യാം. അതുപോലെ അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് എന്തായാലും ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. അത് പല്ലിനെ സ്ട്രോങ് ആയിട്ട് വെക്കും. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഇത്തരത്തിലുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്, പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീസെൻസിറ്റൈസിങ് ട്രീറ്റ്മെന്റ് പോലെയുള്ള ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ അവർ കറക്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും.